Subscribe PSC 360 channel for more videos and click on bell icon for latest notification. Dear friends, welcome to PSC 360. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഫിസിക്സിലെ ഫോഴ്സസ് എന്ന ടോപ്പിക്കാണ്. Force is that physical cause which changes or tends to change the state of rest or the state of motion of the body. അതായത് ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ അതിന് ചലനാവസ്ഥയ്ക്കോ മാറ്റം സംഭവിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ഫിസിക്കൽ കോസാണ്, ഒരു ഭൗതികമായിട്ടുള്ളൊരു സംഗതിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരും, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കും മാറ്റം വരുന്ന, അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണോ അതാണ് ഫോഴ്സ്. നമ്മൾ ഒരു വസ്തുവിൽ കൊടുക്കുന്ന ഒരു തള്ള് അല്ലെങ്കിൽ ഒരു വലി, ഇതിനെയാണ് നമ്മൾ ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുന്നത്. ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ചേർത്ത് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ബലത്തിൻ്റെ ഇക്വേഷൻ പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ബലം എന്ന് പറയുന്നത്, അത് മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ആകെ മാസ്, അതായത് പിണ്ഡം, ഇൻറ്റു ആക്സിലറേഷൻ, ത്വരണം. ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും ഗുണഫലമാണ്. F = ma. യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. SI യൂണിറ്റിൽ പറയുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് ക്യാപിറ്റൽ ലെറ്റർ N എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് നമ്മൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും പറയും. CGS യൂണിറ്റ്, ഇനി CGS യൂണിറ്റിൽ പറയുകയാണെങ്കിൽ ഡൈൻ ആണ് ഫോഴ്സിൻ്റെ CGS യൂണിറ്റ്. CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ, DYNE, ഡൈൻ ആണ് ഫോഴ്സിൻ്റെ CGS യൂണിറ്റ്. ഈ ഡൈൻ എന്ന് പറയുന്നത് ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. CGS യൂണിറ്റിൽ മാസിൻ്റെ യൂണിറ്റ് ഗ്രാമും ആക്സിലറേഷൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒരു ഡൈൻ, 1 ഡൈൻ എന്ന് പറയുന്നത് CGS യൂണിറ്റിലെ 1 ഡൈൻ എന്ന് പറയുന്നത് ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻസ് ആണ്. ഇതും ശ്രദ്ധിക്കുക, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵5 ഡൈൻസ് ആണ്. Forces are 4 types in nature: gravitational force, electromagnetic force, strong nuclear force, weak nuclear force. പ്രകൃതിയിൽ കാണപ്പെടുന്ന ബലങ്ങൾ 4 തരത്തിലാണുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം; ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വൈദ്യുതകാന്തിക ബലം; സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ശക്തമായ ന്യൂക്ലിയർ ബലം, ശക്തി കുറഞ്ഞ ന്യൂക്ലിയർ ബലം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അതാണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. ബലം കൂടിയ, അതായത് ശക്തിയേറിയ ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം എന്ന് പറയുന്നത്. ഫോഴ്സസ് ആർ ക്ലാസിഫൈഡ് ആസ് കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. ബലത്തിനെ വീണ്ടും 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോണ്ടാക്റ്റ് ഫോഴ്സ്, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ബോഡീസ് വെൻ ദേ ആർ ഫിസിക്കലി ഇൻ കോണ്ടാക്ട് ഈസ് കോൾഡ് എ കോണ്ടാക്റ്റ് ഫോഴ്സ്. 2 വസ്തുക്കൾ തമ്മിൽ ഫിസിക്കലി കോണ്ടാക്റ്റ്, അതായത് ഫിസിക്കലി ഭൗതികമായിട്ട് ഉള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബലങ്ങൾ പറയുന്നതാണ് കോണ്ടാക്റ്റ് ഫോഴ്സ്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫോഴ്സ് ഡ്യൂറിങ് കൊളീഷൻ. ഘർഷണ ബലം, അതുപോലെ വസ്തുക്കൾ കൊളീഷൻ മൂലം ഉണ്ടാകുന്ന ബലം, അതൊക്കെ കോണ്ടാക്റ്റ് ഫോഴ്സിന് ഉദാഹരണമാണ്. നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്, ദ ഫോഴ്സ് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ 2 objects but act
through empty space is called നോൺ കോണ്ടാക്ട് ഫോഴ്സ്. രണ്ട് വസ്തുക്കൾ ഫിസിക്കലി സമ്പർക്കത്തിലില്ലെങ്കിൽ, അതായത് ഫിസിക്കലി കോണ്ടാക്ട് ഇല്ലെങ്കിൽ അതിനിടയിലുള്ള സ്പേസ് വഴിയാണ് ഈ ബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് അറിയപ്പെടും. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എക്സെട്ര. ഫ്രിക്ഷണൽ ഫോഴ്സ്. Friction is the force which opposes the relative motion of two surfaces in contact. ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം എന്ന് പറയുന്നത് രണ്ട് പ്രതലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു എതിർദിശയിൽ അനുഭവപ്പെടുന്ന ഒരു ബലമാണ്. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. പലതരത്തിലുള്ള ഘർഷണ ബലങ്ങളുണ്ട്. അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ദാറ്റ് റെസിസ്റ്റ് ദ ഇനീഷ്യൽ മോഷൻ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഒരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു ചലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിൽ അനുഭവപ്പെടുന്ന എതിർബലമാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു ചെരിവ് തലത്തിൽ ഇരിക്കുന്ന ഒരു വസ്തു, ആ ചെരിവ് കൂട്ടും തോറും ആ വസ്തു താഴേക്ക് വീഴുന്നു. അപ്പോൾ ഇങ്ങനെ വീണ് തുടങ്ങുന്നതിന് മുമ്പ് അതിൽ പ്രയോഗിക്കുന്ന, അതായത് ചലിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അതിൽ അനുഭവപ്പെടുന്ന ആ ബലത്തിനെയാണ്, ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് പറയുന്നതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ പേരിൽ തന്നെയുണ്ട്, സ്റ്റാറ്റിക് ആണ്, അതായത് വസ്തു ചലനാവസ്ഥയിലല്ല, ചലിക്കുന്നതിന് മുമ്പ് അനുഭവപ്പെടുന്നതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡൈനാമിക് ഫ്രിക്ഷൻ, അതും അതിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഡൈനാമിക് ഫ്രിക്ഷൻ അഥവാ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വസ്തു ചലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ടു ഒബ്ജക്ട്സ് ആർ മൂവിങ് റിലേറ്റീവ് ടു ഈച്ച് അതർ. രണ്ട് വസ്തുക്കൾ പരസ്പരം തെന്നി നീങ്ങുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഫ്രിക്ഷനാണ് ഡൈനാമിക് ഫ്രിക്ഷൻ അഥവാ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ദാറ്റ് റെസിസ്റ്റ് ദ സ്ലൈഡിംഗ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. വസ്തുക്കൾ നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ദാറ്റ് റെസിസ്റ്റ് റോളിംഗ് മോഷൻ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. വസ്തുക്കൾ ഉരുണ്ടു നീങ്ങുന്നത്. ഇതിന് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു മരത്തടി നമുക്ക് അത് നിരക്കി നീക്കാം, അതുപോലെ ഉരുട്ടി നീക്കാം. ഒരു മരത്തിൻ്റെ തടി ഉരുണ്ടു പോകുമ്പോൾ അനുഭവപ്പെടുന്നതാണ്, റോൾ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നതാണ് അത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ മരത്തടി തന്നെ നമ്മൾ റോൾ ചെയ്യാതെ തന്നെ നിരക്കി നീക്കാം. ഇങ്ങനെ നിരക്കി നീക്കുമ്പോഴുള്ള ഫ്രിക്ഷനാണ് ആ മരത്തടിയും പ്രതലവും തമ്മിലുള്ള ആ ഓപ്പോസിങ് ആയിട്ടുള്ള ഫ്രിക്ഷനാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതേ മരത്തടി തന്നെ ഉരുണ്ടു നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിരക്കി നീക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു മരത്തടി നമ്മൾ റോൾ ചെയ്ത് ഉരുട്ടി നീക്കുന്നത്. അപ്പോൾ എതിർക്കുന്ന ബലം, ഒപ്പോസിങ് ഫോഴ്സ് ആണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബോൾ ബെയറിങ്ങുകൾ വാഹനങ്ങളിലെ ആക്സിലിനോട് കൂടിയിട്ട്, അഥവാ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ, അതിൻ്റെ ആ ചക്രം കറങ്ങുന്ന ആക്സിലിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബോൾ ബെയറിങ്ങുകൾ. ഈ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാൻ കാരണം റോളിംഗ് ഫ്രിക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ്. അപ്പോൾ മൂവ്മെന്റിനെ അത് നന്നായിട്ട് സഹായിക്കും. ഒരു മോഷൻ ഒപ്പോസ് ചെയ്യുന്നതാണ് ഫ്രിക്ഷൻ. അപ്പോൾ അതിൽ ഏറ്റവും കുറവുള്ളതാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ എ ഫ്ലൂയിഡ് ടു എൻ ഒബ്ജക്റ്റ് മൂവിങ് ത്രൂ ഇറ്റ്. ഒരു ഫ്ലൂയിഡിന് മുകളിലൂടെ, ഒരു ദ്രാവകത്തിന് മുകളിലൂടെ ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ജലോപരിതലത്തിലൂടെ നീങ്ങുന്ന ഒരു ബോട്ട് സ്പീഡ് ബോട്ടോ എന്തെങ്കിലും ഒരു ബോട്ടായിക്കൊള്ളട്ടെ, അത് ജലോപരിതലത്തിലൂടെ നീങ്ങുകയെന്നുണ്ടെങ്കിൽ അത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ജലവും ഈ ബോട്ടും തമ്മിലുള്ള ഒരു
ഒരു ബലം ഉണ്ടാവും, അതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ വേഗത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഹൈഡ്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോട്ടിനൊക്കെ ഒരു പ്രത്യേക ആകൃതിയിൽ നിർമ്മിക്കും. അത് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് കുറയ്ക്കാനാണ്. അതുപോലെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് എയർ ആകാം അല്ലെങ്കിൽ ലിക്വിഡ് ആകാം. ഇതുപോലെ എയറിലൂടെ പോകുന്നത്, അപ്പോൾ ഉദാഹരണത്തിന് വിമാനങ്ങൾ അല്ലെങ്കിൽ റോക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. കാരണം അത് ഫ്രിക്ഷൻ കുറഞ്ഞ് വേഗത കൂട്ടാനായിട്ടാണ് നമ്മൾ എയറിലായാലും ലിക്വിഡിലായാലും അതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, അത് ഫ്രിക്ഷൻ ഫോഴ്സ് കുറച്ച് സ്പീഡ് കൂട്ടാനായിട്ടാണ് അതിൻ്റെ പോയിന്റിങ് ആയിട്ട് കൊടുക്കുന്നത്. എയറോഡൈനാമിക്സ് എന്ന് പറയും, ജലത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോഡൈനാമിക്സ് എന്ന് പറയും. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ദാറ്റ് വി ക്യാൻ വർക്ക് ഓൺ ഗ്രൗണ്ട്, എ കാർ ക്യാൻ സ്റ്റോപ്പ് വിത്ത് എ സഡൻ ബ്രേക്ക്. നമുക്ക് ഈ തറകളിലൂടെ നടന്നു നീങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ സഡൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു കാറ് പെട്ടെന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ വാഹനങ്ങൾ റോഡിലൂടെ ഉരുണ്ടു പോകാനായിട്ട് സഹായിക്കുന്നത്, അതെല്ലാം തന്നെ നമ്മൾ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ്. സ്ലോ ലാൻഡിങ് ഓഫ് പാരഷൂട്ട് ഈസ് പോസിബിൾ ഡ്യൂ ടു ദ ഫ്രിക്ഷൻ പ്രൊവൈഡഡ് ബൈ എയർ. ഇനി വായുവിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു, അത് തന്നെയാണ് എയറായിട്ടുള്ള ഫ്രിക്ഷനും ഫ്ലൂയിഡ് ഫ്രിക്ഷനിൽ വരുന്നത് തന്നെയാണ്. എയറിലൂടെ നമ്മൾ പാരഷൂട്ട് സ്ലോ ലാൻഡിങ് സാധിക്കുന്നത്, വളരെ പതുക്കെ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട് പാരഷൂട്ടിനും എയറും തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് സ്ലോ ലാൻഡിങ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അതെല്ലാം ഇത് ഇനിയും കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതുമ്പോൾ തെളിയുന്നത് ഫ്രിക്ഷൻ്റെ ഉദാഹരണമാണ്. അതുപോലെ പെൻസിൽ ഉപയോഗിച്ച് എഴുതുമ്പോൾ തെളിയുന്നതും പാൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ പേജിൽ തെളിയുന്നതും എല്ലാം തന്നെ നമുക്ക് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ദോഷങ്ങൾ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫ്രിക്ഷൻ ദാറ്റ് വി ഫീൽ സ്ലിപ്പറി ഓൺ പോളിഷ്ഡ് സർഫസസ്. വളരെ മിനുസമുള്ള പ്രതലത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെന്നി വീഴാൻ കാരണം അത് ഫ്രിക്ഷൻ്റെ കുറവ് മൂലമാണ്. Energy is wasted as heat energy causes wear and tear to machine parts. അതായത് നമ്മൾ മെഷീൻ പാർട്സ്, യന്ത്രഭാഗങ്ങളിൽ ഫ്രിക്ഷൻ കാരണം വളരെയേറെ തേയ്മാനവും അതുപോലെ എഫിഷ്യൻസിയുടെ കുറവൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിന് നമ്മളൊരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രഭാഗത്തിന് തുരുമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് കൂടും. അപ്പോൾ അതിൽ ചൂടായിട്ട് കുറേ എനർജി നഷ്ടപ്പെടാം. അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി കുറയാം, മൂവ്മെൻറ്റ് കുറയാം. അതൊക്കെ തന്നെ ഫ്രിക്ഷൻ്റെ ദോഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ടിയർ ആൻഡ് വെയർ ഓഫ് മെഷീൻ പാർട്സ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതെല്ലാം ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് PSC പരീക്ഷകളിൽ ചോദ്യം വരാറുള്ളത്. പിന്നെ ഇറ്റ് ഒപ്പോസസ് ദ മോഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു മോഷനെ എപ്പോഴും ഒപ്പോസ് ചെയ്യുന്ന, എതിർക്കുന്നതാണ്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അതൊക്കെയാണ്. യൂസ് ഓഫ് ലൂബ്രിക്കൻസ്, യൂസ് ഓഫ് ബോൾ ബെയറിംഗ്. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. ഫ്ലൂയിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉണ്ട്, അതുപോലെ സോളിഡ് ആയിട്ട് ലൂബ്രിക്കൻ്റ് ഉണ്ട്. ഫ്ലൂയിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ആണ് ഗ്രീസ്, ഓയിൽ, അതുപോലെയുള്ളതൊക്കെ. ഇനി ഗ്രാഫൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സോളിഡ് ലൂബ്രിക്കൻ്റ്. അത് ഗ്രാഫൈറ്റ് മാത്രമുള്ള സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ്. Lubricant is a substance which forms a thin layer between two surfaces in contact. രണ്ട് വസ്തുക്കൾ കോണ്ടാക്റ്റിലായിരിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ ചേർക്കുന്ന, അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന അതിനെയാണ് നമ്മൾ ലൂബ്രിക്കൻ്റ് അഥവാ സ്നേഹകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, ലൂബ്രിക്കൻ്റ് എന്ന് വിളിക്കുന്നത്. ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, റോളിംഗ് ഫ്രിക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറങ്ങുന്ന വസ്തുക്കളുടെ ഇടയിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. ഇതിലെല്ലാം തന്നെ പ്രാക്ടിക്കൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ എക്സാമുകളിൽ ചോദ്യം വരാറുള്ളത്. ഡെഫിനിഷനായിട്ടൊന്നും വരാറൊന്നുമില്ല. പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കി വയ്ക്കേണ്ടത്. അടുത്ത ഫോഴ്സ് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ തന്നെ അഭികേന്ദ്ര ബലം എന്ന് പറയും. നമ്മൾ LDC ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അഭികേന്ദ്ര ബലം. എ ഫോഴ്സ് വിച്ച് ആക്ട്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി സെൻറ്റർ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്.
ഒരു വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ സെൻറ്ററിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അഥവാ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കാണ് അഭികേന്ദ്ര ബലം ഉണ്ടാകുന്നത്. അത് അനുഭവപ്പെടുന്നത് ടുവാർഡ്സ് ദി സെൻറ്റർ ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി സെൻറ്റർ. അതെപ്പോഴും സെൻറ്ററിലേക്കാണ് അനുഭവപ്പെടുന്നത്. അത് കറങ്ങുന്നത് ഏതൊരു സെൻറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ആ സെൻറ്ററിലേക്കാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. Centripetal force is necessary to keep an object moving in a curved path. ഒരു വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു, ഒരു വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് അത് അങ്ങനെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു നിശ്ചിത സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. Centripetal force required to keep the moon in its orbit around the earth is supplied by gravitational pull of earth. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങൾ, അതുപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ തിരിയുന്നത് അതും സൂര്യൻ്റെ ബലം ഉപയോഗിച്ചുള്ള സൂര്യൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും റവല്യൂട്ട് ചെയ്യുന്നത്, അതായത് പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ അത് വൃത്തപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ സഞ്ചരിക്കാനുള്ള ആ ബലം കൊടുക്കുന്നത് ഗ്രാവിറ്റേഷണൽ ആയിട്ടുള്ള ആ ബലമാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. വെൻ എ വെഹിക്കിൾ ഗോസ് റൗണ്ട് എ കർവ്ഡ് റോഡ് ഇറ്റ് റിക്വയർസ് സം സെൻട്രിപെറ്റൽ ഫോഴ്സ്. When a vehicle goes around a curved road, it requires some centripetal force. ഇനി ഒരു വളവിലൂടെ അല്ലെങ്കിൽ ഒരു വളഞ്ഞ പാതയിലൂടെ ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമായിട്ട് വരും. ഇല്ലെങ്കിൽ ആ വാഹനം മറയാനായിട്ടാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ റേസിംഗ് ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ് അബവ് ദി ഇന്നർ എഡ്ജ് ഈസ് ടു പ്രൊവൈഡ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ടു ടേക്ക് എ സേഫർ ടേൺ ആൻഡ് ദ കർവ്ഡ് റോഡ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്. അപ്പോൾ വളവുകളിൽ റോഡിനൊരു ചെരിവ് ആയിട്ടാണ് നിർമ്മിക്കുന്നത്. അതായത് ഔട്ടർ എഡ്ജ് കുറച്ച് ഉയർന്നിട്ടും ഇന്നർ എഡ്ജ് കുറച്ച് താഴ്ന്നിട്ടായിട്ടൊരു സ്ലോപ്പായിട്ടാണ് നമ്മൾ റോഡുകൾ നിർമ്മിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളവ് തിരിയുമ്പോൾ വാഹനത്തിന് ആവശ്യമായിട്ട് വരുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിച്ച് റോഡ് പണിയുന്നത്. ഇതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് വരാറ്, ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ത് ഫോഴ്സ് വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം വരാറ്. അത് ഓർത്ത് വയ്ക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളവുകളിൽ റോഡിന് ബാങ്കിങ് കൊടുക്കുന്നത്, അതായത് ചെരിവ് കൊടുക്കുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്സ് തന്നെയാണ് ചോദ്യം വരാറുള്ളത്. More speed requires more centripetal force and less speed requires less centripetal force. കൂടുതൽ വേഗത്തിൽ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഒരു വസ്തു കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ കൂടുതൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഇനി കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കുറച്ച് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു വാഹനം ഒരു വളവിലൂടെ വളരെ വേഗത്തിലാണ് വരുന്നതെങ്കിൽ അതിന് കൂടുതൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടി വരും. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അത് പെട്ടെന്ന് മറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യത. ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത്, അതായത് എർത്തും മൂണും തമ്മിലുള്ളത്, അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അതുപോലെ കർവ്ഡ് പാത്ത്, വളഞ്ഞ വഴി കൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു, അതെല്ലാം തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. വാഹനങ്ങൾ, അതുപോലെ ബാങ്കിങ് ഓഫ് റോഡ്സ്, വളഞ്ഞ വഴിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അനിവാര്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിങ് ഓഫ് റോഡ്സ്, റോഡിൽ ചെരിവുകൾ നിർമ്മിക്കുന്നത്, വളവുകളിലുള്ള ചെരിഞ്ഞ സ്ലോപ്പ് നിർമ്മിക്കുന്നത്, ബാങ്കിങ് ഓഫ് റോഡ്സ്, ഇതെല്ലാം തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഉദാഹരണം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. Centrifugal force, a force that acts on a body moving in a circular path and is directed away from the center is called centrifugal force. ഒരു വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ വൃത്തകേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അഥവാ അപകേന്ദ്ര ബലം എന്നറിയപ്പെടുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഹെൽപ്സ് ടു സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്. പാലിൽ നിന്നും ക്രീമായിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ടെക്നിക്കാണ്. അത് ഉപയോഗിക്കുന്നത്
പ്രധാനമായിട്ടും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വാഷിംഗ് മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് വേറെ കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഉള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അതുപോലെ ചെളിയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിന് ചെളി തെറിക്കുന്നത്, അല്ലെങ്കിൽ ജലത്തിലൂടെ പോകുമ്പോൾ ജലം തെറിക്കുന്നതൊക്കെ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ ഒരു ചരടിൽ ഒരു കല്ല് കെട്ടിയിട്ട് കറക്കുമ്പോൾ ആ കല്ല് വീഴാനായിട്ട് ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് പുറത്തേക്കാണ്. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് അതിന് കാരണം. ടാൻജൻഷ്യലായിട്ടാണ് ആ കല്ല് വീഴുന്നത്. അപ്പോൾ ചരടിൽ കെട്ടിയിട്ട് ഒരു കല്ല് നമ്മൾ കറക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ അതിന് പുറത്തേക്ക്, ചരടിൽ നിന്നും വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകുന്നത് ടാൻജൻഷ്യനായിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ പോകാനുള്ള ഈ ടെൻഡൻസിന് പറയുന്നതും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ കറങ്ങുന്ന വസ്തു പുറത്തേക്ക് അനുഭവപ്പെടുന്ന ബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സാന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൽ ഉള്ളിലേക്ക് പ്രയോഗിക്കുന്ന ബലം സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ടോർക്ക്. The capability of rotating objects around a fixed axis is called torque. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കറങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ബലത്തിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി ഉദാഹരണം പറയുന്നത് ടൈറ്റനിങ് ഓഫ് നട്ട് ഓർ ബോൾട്ട് യൂസിങ് റെഞ്ച്. നമ്മൾ സ്പാനർ അല്ലെങ്കിൽ ഒരു റെഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു നട്ടോ അല്ലെങ്കിൽ ഒരു ബോൾട്ടോ ടൈറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ സർക്കുലർ ആയിട്ടുള്ള ആ ബലത്തിനാണ് നമ്മൾ പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത്. അതുപോലെ എഞ്ചിനായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഫ്ലൈ വീൽസ് തിരിയുന്നത്, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ചക്രങ്ങൾ തിരിയുന്നതൊക്കെ അതിന് ടോർക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ചക്രങ്ങളിൽ അനുഭവപ്പെടുന്ന ആ തിരിയുന്ന ബലത്തിന് അറിയപ്പെടുന്നത് ടോർക്ക് എന്നാണ്. ഇമ്പൾസീവ് ഫോഴ്സ്. A very large force acting for a very short interval of time on a body is called impulsive force. ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗബലം എന്ന് അറിയപ്പെടുന്നത് ഒരു ചെറിയ ടൈം പീരീഡിൽ, ഒരു ചെറിയ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ബലത്തിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അഥവാ ആവേഗബലം. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കിക്കിംഗ് ഓഫ് എ ബോൾ, ഒരു ഫുട്ബോൾ നമ്മൾ കിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് എ നെയിൽ വിത്ത് എ ഹാമർ, ഒരു ചുറ്റിക ഉപയോഗിച്ചിട്ട് ചുവരിൽ ഒരു ആണി തറയ്ക്കുന്നത്, അതെല്ലാം തന്നെ ഇമ്പൾസീവ് ഫോഴ്സിന് ഉദാഹരണമാണ്, ആവേഗ ബലത്തിന് ഉദാഹരണമാണ്. ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ബലം പ്രയോഗിക്കുന്നതിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗ ബലം എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പൾസ് ഈസ് ദി എഫക്റ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് I = ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും ഗുണനഫലമാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അത് ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റാണ്. അടുത്തത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. The force of attraction or repulsion acting between the molecules is known as intermolecular force. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ, ആകർഷണം അല്ലെങ്കിൽ വികർഷണ ബലങ്ങളെയാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഫോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, നാച്ചർ ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് ഇതിൽ വരുന്നത്. അത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. കൊഹസീവ് ഫോഴ്സ് ഉണ്ട്, അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട്. കൊഹീഷൻ അല്ലെങ്കിൽ അഡ്ഹീഷൻ എന്ന് പറയും. കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സെയിം സബ്സ്റ്റൻസ് ഈസ് കോൾഡ് കൊഹസീവ് ഫോഴ്സ്. രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണ ബലത്തിനാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ വാട്ടർ ഡ്രോപ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡിൻ്റെ ഡ്രോപ്സ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കൊഹസീവ് ഫോഴ്സ് ആണ്. അതുപോലെ രണ്ട് ഡ്രോപ്സ് വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് രണ്ട് ഡ്രോപ്സ് തമ്മിൽ അടുത്ത് വയ്ക്കുമ്പോൾ അത് കൂടിച്ചേരുന്നു, അത് ഈ കൊഹസീവ് ഫോഴ്സിന് ഉദാഹരണമാണ്. 2 drops of liquid coils that is joined into one when brought in mutual contact.
It is difficult to break a drop of mercury into a small droplet because of a large cohesive force between the mercury molecules. Mercury molecules in ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അവ തമ്മിലുള്ള ഒരു വലിയ കൊഹസീവ് ഫോഴ്സ് ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇനി അഡ്ഹസീവ് ഫോഴ്സ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണത്തിനെയാണ് നമ്മൾ അഡ്ഹീഷൻ അഥവാ അഡ്ഹസീവ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾസ് ഓഫ് അഡ്ഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് ഈസ് enables us to write on the blackboard with the chalk. നമ്മൾ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ തെളിയുന്നത് അഡ്ഹീഷൻ ഒരു ഉദാഹരണമാണ്. പിന്നെ വേറൊരു നല്ല ഉദാഹരണം എന്ന് പറയുന്നത് എ പീസ് ഓഫ് പേപ്പർ സ്റ്റിക്സ് ടു അനദർ ഡ്യൂ ടു ലാർജ് ഫോഴ്സ് ഓഫ് അഡീഷൻ ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ഗം മോളിക്യൂൾസ്. നമ്മൾ ഗം അല്ലെങ്കിൽ പശ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുക്കൾ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ ഒട്ടിക്കുമ്പോൾ ആ ഗമ്മും ആ വസ്തുവും തമ്മിലായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അഡ്ഹീഷനാണ്. ആ പശയിൽ നമ്മൾ ലേബിൾ എഴുതിയിട്ടുണ്ടാവും അഡ്ഹസീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അഡീഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് അഡീഷൻ എന്ന് പറയുന്നത്. വാട്ടർ വെറ്റ്സ് ദ ഗ്ലാസ് സർഫസ് ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് ഓഫ് അഡീഷൻ ബിറ്റ്വീൻ ഗ്ലാസ് molecules and water molecules is greater, but mercury does not wet glass because force of cohesion is greater than force of adhesion. നമ്മളൊരു വസ്തു നനയുക അല്ലെങ്കിൽ വെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വരുന്നത് അഡീഷൻ ഫോഴ്സ് ആണ്. ഒരു ഗ്ലാസ് ഇപ്പോൾ ജനൽ ചില്ലുകളിൽ വാട്ടർ ഡ്രോപ്സ് ഇരിക്കുന്നത് പറ്റി പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്സ് ജനൽ ചില്ലയിൽ പറ്റി പിടിച്ചിരിക്കുന്നതിന് കാരണം അത് ഏത് ഫോഴ്സാണെന്ന് ചോദ്യം വരാറുണ്ട്. അതിനുത്തരം അഡ്ഹീഷനാണ്, അഡ്ഹസീവ് ഫോഴ്സാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചില്ലിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ നന്നായിട്ട് നനയും, പക്ഷേ മെർക്കുറിയിൽ ചില്ല് വയ്ക്കുമ്പോൾ നനയില്ല അല്ലെങ്കിൽ വെറ്റാവില്ല. കാരണം പറയുന്നത് കൊഹസീവ് ഫോഴ്സാണ് മെർക്കുറിയിൽ ഏറ്റവും കൂടുതലുള്ളത്, അഡ്ഹസീവ് ഫോഴ്സ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് വെറ്റാവാത്തത്. ഇനി അഡീഷൻ ഫോഴ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് വാട്ടറും ഗ്ലാസും തമ്മിൽ അത് ഒരു അഡീഷൻ ഫോഴ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് അത് ഗ്ലാസ്സിൽ വാട്ടർ ഡ്രോപ്സ് പറ്റി പിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വിസ്കസ് ഫോഴ്സ്. വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ദ ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ പാരലൽ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദ്രാവകം അതിന് ലെയറുകളായിട്ടാണ് ഒഴുകുന്നത്. ആ ലെയറുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ദ്രാവകങ്ങൾ ഒഴുകുമ്പോൾ ആ ഒഴുക്കിന് തടസ്സമായിട്ട് വരുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ലിക്വിഡ്സ് എന്നാണ് പറയുക. അതിനാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് അറിയപ്പെടുന്നത്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ഓരോ ലിക്വിഡിനുള്ള ഈ പ്രോപ്പർട്ടിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഇൻ CGS ഈസ് പോയ്സ്. CGS യൂണിറ്റ് പ്രകാരം ഇതിൻ്റെ CGS സിസ്റ്റം പ്രകാരം വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയ്സ് ആണ്. മാറ്റർ ദാറ്റ് ഡസൻറ്റ് ഹാവ് വിസ്കോസിറ്റി, സോളിഡ്. ഒഴുകുന്ന ലിക്വിഡുകൾക്ക് മാത്രമേ വിസ്കോസിറ്റി ഉള്ളൂ, പക്ഷേ സോളിഡിന് വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഇല്ല. Fluids that flow with zero viscosity are called superfluids. സൂപ്പർഫ്ലൂയിഡ്സ് അതിദ്രാവകങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മൾക്ക് വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി സീറോ ആയിട്ടുള്ള ദ്രാവകങ്ങളാണ് അതിദ്രാവകങ്ങൾ അഥവാ സൂപ്പർഫ്ലൂയിഡ്സ് എന്നറിയപ്പെടുന്നത്. ഇത് ഒരു ലാംഡ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക താപനിലയിലാണ് ഈ താപനില വളരെ കുറയുമ്പോൾ ലാംഡ പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക താപനിലയിൽ എത്തുമ്പോഴാണ് സൂപ്പർഫ്ലൂയിഡ് എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അത് ആൻറ്റി ഗ്രാവിറ്റി പ്രോപ്പർട്ടി ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസിക്ക് വരുന്ന സൂപ്പർ ഫ്ലൂയിഡ്സിന്. ദ ലിക്വിഡ്സ് ഹാവിങ് ഹൈ വിസ്കോസിറ്റി ആർ കോൾഡ് വിസ്കസ് ലിക്വിഡ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചോദ്യം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരാറുണ്ട്. The liquids having high viscosity are called viscous liquid. ഹൈ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡിനെ വിസ്കസ് ലിക്വിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ചോദ്യം വരാറ്. ഹണി, ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിൽ എക്സെട്ര ആർ വിസ്കസ് ലിക്വിഡ്സ്. ഹണി, തേൻ, അതുപോലെ ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ, അതുപോലെയുള്ള കട്ടി കൂടിയ എണ്ണകൾ അതെല്ലാം വരുന്നത് വിസ്കസ് ലിക്വിഡ്സ് ആണ്. അതിൻ്റെ വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. ദ ലിക്വിഡ്സ് ഹാവിങ് ലോ വിസ്കോസിറ്റി ആർ കോൾഡ് മൊബൈൽ ലിക്വിഡ്സ്. ഇനി വിസ്കോസിറ്റി തീരെ കുറഞ്ഞ ലിക്വിഡുകളാണെന്നുണ്ടെങ്കിൽ അതിന് മൊബൈൽ ലിക്വിഡ്സ് എന്നാണ് പറയുക. ഉദാഹരണം വാട്ടർ, കെറോസിൻ, ആൽക്കഹോൾ, പെട്രോൾ എക്സെട്ര. ജലം, അതുപോലെ മണ്ണെണ്ണ, ആൽക്കഹോൾ, പെട്രോൾ ഇതൊക്കെ പെട്ടെന്ന് ഒഴുകി പോകുന്നതാണ്.
കൂടുതലാണ്. പെട്ടെന്ന് ഒഴുകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ്കോസിറ്റി വളരെ കുറവാണ്. സാവധാനം ഒഴുകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിസ്കോസിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയാണ് ചെയ്യുന്നത്. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു വിസ്കസ് ലിക്വിഡ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ ലിക്വിഡ് പോലെ വേഗത്തിൽ ഒഴുകും. അപ്പോൾ ചൂടാക്കും തോറും വിസ്കോസിറ്റി കുറയാണ് ചെയ്യുന്നത്. വിസ്കോസിറ്റി കുറയുമ്പോൾ ലിക്വിഡ്സ് എളുപ്പത്തിലായിട്ട് ഒഴുകാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. വിസ്കോസിറ്റി ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ന് ഓർക്കുക. വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സിനേക്കാളും വിസ്കോസിറ്റി കുറവാണ് ഗ്യാസസിനുള്ളത്. ലിക്വിഡ്സിനാണ് ഏറ്റവും കൂടുതൽ വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി. കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. The phenomenon of rise or fall of a liquid in a capillary tube is known as capillarity. കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. ദ്രാവകങ്ങൾക്ക് കാപ്പിലറി ട്യൂബിലൂടെ ഉയരുവാനും താഴുവാനുള്ള കഴിവിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് അറിയപ്പെടുന്നത്. കാപ്പിലറി റൈസ്, കേശിക ഉയർച്ച എന്ന് പറയും. അത് ജലത്തിലാണ് കാണപ്പെടുന്നത്. ജലം പോലെയുള്ള ലിക്വിഡ്സിലാണ് കേശിക ഉയർച്ച അഥവാ കാപ്പിലറി റൈസ് എന്ന് കാണപ്പെടുന്നത്. ഒരു കാപ്പിലറി ട്യൂബ് നമ്മളൊരു ജലത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജലനിരപ്പിനേക്കാളും കുറച്ചുകൂടി ഉയർന്നു നിൽക്കും. ഈ പ്രതിഭാസത്തിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു മെർക്കുറി ലിക്വിഡിലാണ് ഈ കാപ്പിലറി ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ലെവലിനേക്കാളും താഴ്ന്നാണ് നിൽക്കുക. അപ്പോൾ ഇത് കാപ്പിലറി ഫോൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാപ്പിലറി ഫോൾ എന്ന പ്രതിഭാസം കാണപ്പെടുന്നത് മെർക്കുറിയിലും കാപ്പിലറി റൈസ് എന്ന പ്രതിഭാസം കാണപ്പെടുന്നത് വാട്ടറിലുമാണ്. ഇനി ഇതിന് ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത. ദ മെൽറ്റഡ് വാക്സ് ഓഫ് എ കാൻഡിൽ ഈസ് ഡ്രോൺ അപ്പ് ഇൻ ടു എ വിക്ക് ബൈ capillary action. Oil rises up the lamp wick for the same reason. മെഴുകുതിരിയുടെ വിളക്ക് അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക്, അതിലൊക്കെ ഓയില് അല്ലെങ്കിൽ മെഴുകൊക്കെ മുകളിലേക്ക് കയറി വരുന്നത്, അതായത് ഈ വിളക്ക് കത്തും തോറും മുകളിലേക്ക് ഓയിൽ കയറി വരുന്നത് ഈ കാപ്പിലറി റൈസ് എന്നുള്ള ഈ പ്രതിഭാസം മൂലമാണ്. അതുപോലെ ദ ഫൈൻ പോൾസ് ഓഫ് എ ബ്ലോട്ടിംഗ് പേപ്പർ ആഡ്സ് ആസ് ടൈനി കാപ്പിലറി ട്യൂബ്സ്. ബ്ലോട്ടിംഗ് പേപ്പറിലെ സൂക്ഷ്മ സുഷിരങ്ങൾ ഇതുപോലെ കാപ്പിലറി ട്യൂബ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ദ ഇങ്ക് റൈസസ് ഇൻ ടു ദ ബ്ലോട്ടിംഗ് പേപ്പർ ത്രൂ ദീസ് പോൾസ്. ഇപ്പോൾ മഷിയിൽ മുക്കി വെച്ച ബ്ലോട്ടിംഗ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് മഷി മുഴുവൻ വലിച്ചെടുക്കുന്നതിന് കാരണം ഇതേ പ്രതിഭാസം തന്നെയാണ്. ഇത് ചോദ്യം ഇങ്ങനെ തന്നെ വരാറുണ്ട്. ബ്ലോട്ടിംഗ് പേപ്പർ ഇങ്ക് അബ്സോർബ് ചെയ്യുന്നത് ഏത് പ്രതിഭാസമാണെന്ന് ചോദ്യം വരാറുണ്ട്. ഈ ഫെനോമെനനാണ് കാപ്പിലാരിറ്റി തന്നെയാണ്. അതുപോലെ കാപ്പിലറി ആക്ഷൻ ഇൻ സോയിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രിങ്ങിങ് ടു ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വേരുകൾ ജലം മുകളിലേക്ക് വലിച്ചെടുക്കുന്നതും ഈ കാപ്പിലറി ആക്ഷൻ മൂലമാണ്. Bricks are porous and therefore subsoil water can seep up them by capillary action. ബ്രിക്സ് അഥവാ ഇഷ്ടികകൾ ധാരാളം സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബ്രിക്സ് ആർ പോറസ് എന്ന് പറയുന്നത്. Therefore subsoil water can seep up them by capillary action. അപ്പം മണ്ണിൽ കുറച്ച് ഇഷ്ടികകൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ണിലെ ഈർപ്പം അല്ലെങ്കിൽ ജലാംശം ഇത് കാപ്പിലറി റൈസ് വഴി ഇഷ്ടികളിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടിക നമ്മൾ ജലത്തിൽ മുക്കി വയ്ക്കുമ്പോൾ ആ ജലാംശം മുഴുവൻ ഇഷ്ടിക അബ്സോർബ് ചെയ്യും. അതിന് കാരണം ഇതുപോലെ ധാരാളം പോറസ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ്, ധാരാളം സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ to avoid dampness in a building, a layer of non-porous material such as slate is necessary in its foundation. കെട്ടിടങ്ങൾ പണിയുമ്പോൾ സ്ലൈറ്റിൻ്റെ ഒരു ലെയർ, നോൺ പോറസ് ആയിട്ടുള്ള സൂക്ഷ്മ സുഷിരങ്ങളില്ലാത്ത സ്ലൈറ്റിൻ്റെ ഒരു ലെയർ ഫൗണ്ടേഷനിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ സൂക്ഷ്മ സുഷിരങ്ങളുണ്ടെങ്കിൽ അതിലൂടെ ഈർപ്പം അത് ഇഷ്ടികകളിലൂടെ അല്ലെങ്കിൽ ബ്രിക്സിലൂടെ കെട്ടിടത്തിന് മുകളിൽ വരെ എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ബലത്തിന് ഉറപ്പിനെ ബാധിക്കും. അതുകൊണ്ടാണ് സ്ലൈറ്റിൻ്റെ ഒരു ലെയർ ഫൗണ്ടേഷനിൽ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നത്. എ ടവൽ സോക്സ് വാട്ടർ ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. ഒരു ടവൽ, ജലത്തിലൊരു ടവൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നനയുന്നതിന് കാരണം ഈ കാപ്പിലറി ആക്ഷൻ കാരണമാണ്. കാപ്പിലറി റൈസ് ഈസ് ഷോൺ ഇൻ വാട്ടർ, കാപ്പിലറി ഫോൾ ഈസ് ഷോൺ ഇൻ മെർക്കുറി. കാപ്പിലറി റൈസ് കാണപ്പെടുന്നത് ജലത്തിലാണ്, അതുപോലെ കാപ്പിലറി ഫോൾ കാണപ്പെടുന്നത് മെർക്കുറിയിലാണ്. ബോയാൻ ഫോഴ്സ്, പ്ലവക്ഷമ ബലം. When an object is placed on a fluid, the fluid exerts an upward force. This force is known as
buoyant force or buoyancy. Buoyancy അഥവാ buoyant force അഥവാ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് നമ്മൾ ഭാഗികമായ പൂർണ്ണമായ ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രാവകം ആ വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു ബലം അതിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം അഥവാ buoyancy എന്ന് പറയുന്നത്. The principle of buoyancy was discovered by Archimedes. Archimedes ആണ് ഈ buoyancy എന്നുള്ള ഈ buoyancy അഥവാ പ്ലവക്ഷമ ബലം എന്നുള്ളതിൻ്റെ ആ തത്വം കണ്ടെത്തിയത് Archimedes ആണ് കണ്ടെത്തിയത്. When we immerse a bucket and tries to draw water from a well, suddenly we feel a weightlessness of bucket of water because of buoyant force. നമ്മൾ കിണറിൽ നിന്നോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നോ ഒരു ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കുമ്പോൾ ആ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഒരു വെയ്റ്റ്ലെസ്നെസ് ഒരു ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. അതിന് കാരണം ഈ ബോയാൻ ഫോഴ്സ് ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ആർക്കിമിഡീസ് ഈ തത്വം കണ്ടെത്തിയത് ഒരു ബാത്ത് ടബിൽ കിടന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹം ബാത്ത് ടബിൽ നിന്ന് എണീറ്റ് ഓടി യുറേക്ക എന്ന് വിളിച്ച് ഓടിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ fluid, the body experiences an upward thrust or buoyant force which is equal to the weight of fluid displaced by the body. ആർക്കിമിഡീസ് തത്വം പറയുന്നത് ഭാഗികമായ പൂർണ്ണമായ ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിൽ ആ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബൊയാന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്ത അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത ആ ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഡിസ്പ്ലേസ് ചെയ്ത ഒരു വസ്തു ഒരു ദ്രാവകത്തിലേക്ക് നമ്മൾ മുക്കി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിലേക്ക് ഇടുമ്പോൾ ആ ദ്രാവകം കുറച്ച് അവിടുന്ന് ഡിസ്പ്ലേസ് ആവും, അവിടുന്ന് ആദേശം ചെയ്യപ്പെടും. അപ്പോൾ ആ ഡിസ്പ്ലേസ് ചെയ്ത ആ ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിൽ ലിക്വിഡ് പ്രയോഗിച്ച ബൊയാൻസിക്ക് ഈക്വൽ ആണെന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360യുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.